ചതിയൻ, ഒറ്റുകാരൻ, രാജ്യദ്രോഹി, പിന്നിൽ നിന്ന് കുത്തുന്നവൻ. ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ സംഘപരിവാർ നടത്തുന്ന അധിക്ഷേപ പ്രയോഗങ്ങളാണിത്. അതിനിരയായാൾ മറ്റാരുമല്ല, നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളിൽ സംസാരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ. ഇക്കഴിഞ്ഞ മെയ് 10 നടന്ന വാർത്താ സമ്മേളനത്തിൽ വിക്രം മിശ്രിയാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരായ സംഘപരിവാറിന്റെ സൈബർ ആക്രമണം. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ എന്ന ചുമതലയിലുള്ള ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് വെടിനിർത്തൽ തീരുമാനമായത്. വിക്രം മിശ്രി ചെയ്തതാവട്ടെ ഈ വിവരം വാർത്താ സമ്മേളനത്തിലൂടെ ലോകത്തെ അറിയിച്ചു. ഇതേ വിവരം പാകിസ്ഥാന്റെ വിദേശകാര്യ സെക്രട്ടറി ഇഷാഖ് ദറും എക്സ് കുറിപ്പിലൂടെ പ്രഖ്യാപിച്ചു. എന്നാൽ വിക്രം മിശ്രിക്കും കുടുംബത്തിനുമെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഇപ്പോഴും സംഘപരിവാർ അടക്കമുള്ള യുദ്ധക്കൊതിയന്മാർ നടത്തുന്നത്. സംഘപരിവാറിന്റെ സൈബർ ആക്രമണം രൂക്ഷമായതോടെ എക്സ് അക്കൗണ്ട് ലോക്ക് ചെയ്യേണ്ട ഗതികേടും ഈ മുതിർന്ന ഉദ്യോഗസ്ഥനുണ്ടായി. പഹൽഗാമിൽ 26 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ എന്നിവയുടെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും തീവ്രവാദികളെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനിക നടപടിയാണ് ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചത്. ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന നിലപാട് തുടക്കം തൊട്ടേ ഇന്ത്യൻ സൈന്യം സ്വീകരിച്ചില്ലെന്നത് വ്യക്തം. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാനമല്ല, യുദ്ധമാണ് വേണ്ടതെന്ന നിലപാടാണ് സംഘപരിവാറുകാർക്ക്. യുദ്ധം സാധ്യമാക്കാത്തതിലുള്ള വിദ്വേഷം തീർക്കുന്നതോ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് പരസ്യമാക്കാൻ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥനുമേൽ. വിക്രം മിശ്രിയുടെ മകളുടെ പൗരത്വം വരെ ചോദ്യം ചെയ്തു. അവരുടെ പേഴ്സണൽ മൊബൈൽ നമ്പർ, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അഭിഭാഷക എന്ന നിലയിൽ രോഹിംഗ്യക്കാർക്ക് വേണ്ടിയുള്ള മിശ്രിയുടെ മകളുടെ നിയമപരമായ ഇടപെടലുകളും അവർ ചോദ്യം ചെയ്തു, ആയുധമാക്കി. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ സിദ്ധാർത്ഥ് വരദരാജന്റെ ദ വയർ ഓൺലൈൻ പോർട്ടലിൽ ഒരു ലേഖനം എഴുതിയെന്ന കാരണവും സംഘപരിവാറിന്റെ ആക്രമണത്തിന് കാരണങ്ങളിൽ ഒന്നായി മാറി. പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ തിരിഞ്ഞാൽ അഴി എണ്ണേണ്ടി വരുമെന്ന ഭയത്താലാവും ഈ ഉദ്യോഗസ്ഥനെതിരെ സംഘപരിവാർ തിരിഞ്ഞതെന്ന വിമർശനം ശക്തമാണ്. പഹൽഗാമിനെ ചോരക്കളമാക്കിയ ഭീകരന്മാരെ കണ്ടെത്താനോ നിയമ നടപടി സ്വീകരിക്കാനോ ഇതുവരെ കേന്ദ്രത്തിന് സാധിച്ചിട്ടില്ല. പുറമെ അതിർത്തിയിലെ പാക് പ്രകോപനത്തിൽ സലാമാബാദ്, പൂഞ്ച് അടക്കമുള്ള ഇടങ്ങളിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ കണക്ക് എത്രയെന്ന് ഇതുവരെ കേന്ദ്രം പുറത്തുവിട്ടിട്ടില്ല. പാകിസ്ഥാനെതിരായ സൈനിക നടപടിക്കിടെ ഇന്ത്യക്ക് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന ചോദ്യവും ഉയരുന്നു. ഇക്കാര്യങ്ങളിലെ ചോദ്യങ്ങളും വിമർശനങ്ങളും നിലവിൽ കേന്ദ്രത്തിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങളെ ചെറുക്കാനും വേണ്ടിയാണ് വിക്രം മിശ്രയെ ആക്രമിക്കുന്നതിലൂടെ സംഘപരിവാർ ലക്ഷ്യമിടുന്നതെന്ന വാദവും ശക്തമാണ്.